കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ചിക്കൻ 65 പിസ്സയാണ്. ഇത് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ അടുപ്പത്തെ ഒരു പാനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഓവനില്ലാത്തതിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കാസ്റ്റ് അയൺ പാൻ വെച്ചിട്ടാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ചിക്കൻ 65 പിസ്സ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം കൂടി ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പാൻ പിസ്സ 2 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ നമ്മുടെ പിസ്സ ബേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മെൽറ്റ് ചെയ്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റിൻ്റെ ഈ വെള്ളം വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാൻ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. പിസ്സയുടെ മാവ് അധികം കട്ടിയാവാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബൗളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണയോ ബട്ടറോ എന്തെങ്കിലും മുകളിലൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ 65 ഒക്കെ റെഡിയാക്കി എടുക്കാം. ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വെച്ച ചിക്കനാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും അതേപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ പകരം അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 തുള്ളി വരെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ 65-ന് കാണാൻ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. കളർ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസായതുകൊണ്ട് തിരിച്ചിടാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മൾ മുഴുവൻ തിരിച്ചിട്ട് കൊടുക്കണം. എങ്കിലേ രണ്ട് വശവും നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ വശവും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ചിക്കൻ 65 റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ലാസ്റ്റ് പിസ്സയിൽ ചേർക്കാം. ഈ പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിതിൽ ബേക്കിംഗ് പേപ്പറൊന്നും വെക്കുന്നില്ല. എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് റവ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് റവ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റവയും കൂടി ഇട്ട് കൊടുക്കാം. വറുക്കാത്ത റവയാണ് കേട്ടോ, വറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. റവ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കുകയില്ല. മാത്രമല്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് റവ ഒരിങ്ങനെ തരി തരി പോലെ നമ്മുടെ ബേസിന് പിസ്സ ബേസിന് ഉണ്ടാവും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അടിയിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇവിടെ നല്ലോണം പൊങ്ങി നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് 2 പിസ്സക്കുള്ള മാവുണ്ട്. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒരെണ്ണം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും മറ്റോ ഇതേപോലെ കുറച്ച് മൈദ തൂവിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഈ പിസ്സ ബേസിൻ്റെ വലുപ്പം, അതായത് വണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. നല്ല വണ്ണം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നേരിയതായിട്ട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വളരെ നേരിയതായിട്ട് പരത്തുക. ഞാനിത് കുറച്ച് തടിയോട് കൂടിയിട്ടാണ് പരത്തിയിട്ടുള്ളത്. കുറച്ച് വണ്ണമുള്ള പിസ്സ ബേസാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ എണ്ണയൊക്കെ പുരട്ടി വെച്ച പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ പാനിൻ്റെ സൈസിൽ തന്നെയാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. ആ ഒരു സൈസ് നോക്കിയിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നിറയെ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഈ പാനിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. നിങ്ങളുടെ പാനിന് അടപ്പില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കവർ ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതൊന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസ് സവാള, തക്കാളി, ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊസറല്ല ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിസ്സ സോസാണ്. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയാണ്. റമദാനിലൊക്കെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് കഴിയുന്നവരെയും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ചില സ്നാക്സിലൊക്കെ പിസ്സ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ബേസിൻ്റെ മുകളിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വരെ പിസ്സ സോസ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെഡാർ ചീസും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ 2 പിസ്സ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പകുതി മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സാൻഡ്വിച്ചിനും ബർഗറിനും ഒക്കെ ഉപയോഗിക്കുന്ന ചീസ് സ്ലൈസ് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ഇതേപോലെ ഒരു ചീസ് സ്ലൈസ് ഇട്ടിട്ട് പിസ്സ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം നമുക്ക് ചീസി ആയിട്ടുള്ളതുപോലെ തോന്നി. ചീസ് ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായി. മൊസറല്ല ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടതിനേക്കാളും ഒന്നുകൂടി നല്ലോണം മെൽറ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചീസ് സ്ലൈസ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ, ഒറ്റ എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതേപോലെ കുറച്ച് ഒറിഗാനോ ബേസിൽ ലീവ്സൊക്കെ മുകളിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്.
ആദ്യം ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് വരെ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം നല്ലോണം ചൂടായി എന്ന് കാണുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് പാത്രം നല്ലോണം ചൂടായ പിന്നെ നല്ലോണം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേരിയ പാനാണ് ഉള്ളതെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം, ഒരു പഴയ പാനോ പാത്രമോ മറ്റോ താഴെ വെച്ച് കൊടുക്കുക. കാരണം അല്ലെങ്കിൽ നേരിയ അടികട്ടിയില്ലാത്ത പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ എന്തെങ്കിലും ഒരു പഴയ പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോ മറ്റോ താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ബേക്ക് ചെയ്യുന്ന ഈ പാത്രത്തിന് അത് ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അടി നല്ല കട്ടിയുള്ളതുകൊണ്ട് കരിഞ്ഞു പിടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിത് ആവശ്യമില്ല. ഞാനിത് മാറ്റുകയാണ്. നമ്മുടെ പാത്രം ഡയറക്റ്റ് തീയിൽ വെക്കാം. കാരണം അടി നല്ല കട്ടിയുള്ള പാത്രമാണ്. അതുകൊണ്ട് കരിഞ്ഞു പിടിക്കുന്നില്ല. പാത്രം നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി ഇതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒരു 4 മിനിറ്റ് വരെ ഞാനൊന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തു. വളരെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ വേവും. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റോ മറ്റോ വെച്ചാൽ മതി. പൊതുവേ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ നല്ലോണം വെന്തിട്ടുണ്ട്. ബേസൊക്കെ നല്ലോണം വെന്ത് ചീസൊക്കെ മുഴുവനും മെൽറ്റായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അടിഭാഗവും സൈഡൊക്കെ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ തന്നെ അടിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ പിസ്സ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ചിക്കൻ 65 പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ കണ്ടില്ലേ, നല്ലോണം മെൽറ്റായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പാനിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്